മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഓപ്പറേഷൻ നുംഖോറിൽ പിടിച്ചെടുത്ത അമിത് ചക്കാലക്കലിന്റെ വാഹനം വിട്ടു നൽകി. കസ്റ്റംസ് പിടിച്ചെടുത്ത ഒരു വാഹനമാണ് വിട്ടു നൽകിയിരിക്കുന്നത്. അമിത് ചക്കാലക്കലിന്റെ അപേക്ഷ പരിഗണിച്ചാണ് കസ്റ്റംസ് വിട്ടു നൽകിയിരിക്കുന്നത്. കേരളം വിട്ട വാഹനം പുറത്ത് കൊണ്ടുപോകരുത്, എപ്പോൾ വിളിച്ചാലും വാഹനം ഹാജരാക്കണം തുടങ്ങിയ നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വാഹനം വിട്ടു നൽകാൻ തീരുമാനമായിരിക്കുന്നത്. 20% ബാങ്ക് ഗ്യാരണ്ടി കെട്ടിവെച്ചതിന് ശേഷമാണ് വാഹനം വിട്ടു നൽകിയിരിക്കുന്നത്. ഓപ്പറേഷൻ നുംഖോറിൽ ഇപ്പോഴും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ കേസിൽ കസ്റ്റംസ് പിടിച്ചെടുത്ത അമിത് ചക്കാലക്കലിന്റെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വാഹനം വിട്ടു നൽകാൻ തീരുമാനമായിരിക്കുന്നത്. 20% ബാങ്ക് ഗ്യാരണ്ടി കെട്ടിവെച്ചതിന് ശേഷമാണ് വാഹനം വിട്ടു നൽകുന്നത്. ഓപ്പറേഷൻ നുംഖോറിൽ ഇപ്പോഴും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ കേസിൽ കസ്റ്റംസ് പിടിച്ചെടുത്ത അമിത് ചക്കാലക്കലിന്റെയും ദുൽഖർ സൽമാന്റെയും വാഹനങ്ങളാണ് ഇപ്പോൾ വിട്ടു നൽകിയിരിക്കുന്നത്. ഓപ്പറേഷൻ നുംഖോറിൽ പിടിച്ചെടുത്ത അമിത് ചക്കാലക്കലിന്റെ വാഹനം വിട്ടു നൽകിയിരിക്കുകയാണ്. കസ്റ്റംസ് പിടിച്ചെടുത്ത ഒരു വാഹനമാണ് വിട്ടു നൽകിയിരിക്കുന്നത്. കർശനമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് വാഹനം വിട്ടു നൽകാൻ തീരുമാനമായിരിക്കുന്നത്. അമിത് ചക്കാലക്കലിന്റെ അപേക്ഷ പരിഗണിച്ചാണ് കസ്റ്റംസ് വാഹനം വിട്ടു നൽകാൻ തീരുമാനിച്ചത്. കേരളം വിട്ട വാഹനം പുറത്തു കൊണ്ടുപോകരുത്, എപ്പോൾ വിളിച്ചാലും വാഹനം ഹാജരാക്കണം തുടങ്ങിയ കർശന നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വാഹനം വിട്ടു നൽകാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. 20% ബാങ്ക് ഗ്യാരണ്ടി കെട്ടിവെച്ചതിന് ശേഷമാണ് വാഹനം വിട്ടു നൽകിയിരിക്കുന്നത്. ഓപ്പറേഷൻ നുംഖോറിൽ ഇപ്പോഴും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ കേസിൽ കസ്റ്റംസ് പിടിച്ചെടുത്ത അമിത് ചക്കാലക്കലിന്റെയും ദുൽഖർ സൽമാന്റെയും വാഹനങ്ങളാണ് വിട്ടു നൽകിയിരിക്കുന്നത്. അമിത് ചക്കാലക്കലിന്റെ ഒരു വാഹനമാണ് ഇപ്പോൾ കസ്റ്റംസ് പിടിച്ചെടുത്ത ഒരു വാഹനമാണ് ഇപ്പോൾ വിട്ടു നൽകിയിരിക്കുന്നത്. കർശനമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് വാഹനം വിട്ടു നൽകാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. 20% ബാങ്ക് ഗ്യാരണ്ടി കെട്ടിവെച്ചതിന് ശേഷമാണ് വാഹനം വിട്ടു നൽകിയിരിക്കുന്നത്. കേരളം വിട്ട് വാഹനം പുറത്തു കൊണ്ടുപോകരുത്, എപ്പോൾ വിളിച്ചാലും വാഹനം ഹാജരാക്കണം തുടങ്ങിയ കർശനമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വാഹനം വിട്ടു നൽകാൻ തീരുമാനമായിരിക്കുന്നത്.